നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉന്നക്കായ റെസിപ്പി ആയാലോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ചെറിയവർക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ 3 ഏത്തപ്പഴം വെച്ചിട്ടാണ് ഈ ഉന്നക്കായ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 3 ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഓവറായിട്ട് പഴുത്തിട്ടുള്ള ഏത്തപ്പഴം വേണ്ട. നല്ല പഴുത്തതെന്ന് വെച്ചാൽ ഈ തുള്ളിയൊക്കെ നന്നായിട്ട് കറുത്തിരിക്കണതില്ലേ, അത് എടുക്കണ്ട കേട്ടോ. ഇനി നമ്മൾക്കൊരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് തേങ്ങയും 1 അച്ച ശർക്കരയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഫില്ലിങ് എൻ്റെ ഈ 3 ഏത്തപ്പഴത്തിലേക്ക് കൂടുതലായിരുന്നു കേട്ടോ, ബാക്കി വന്ന എൻ്റെ ഫില്ലിങ്. അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ശർക്കര ഒക്കെ നന്നായി മെൽറ്റായിട്ട് അത് നമ്മുടെ തേങ്ങയിലൊക്കെ ഫുൾ കോട്ട് ചെയ്തിരിക്കണം കേട്ടോ. അപ്പം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും പെട്ടെന്ന് നമ്മുടെ തേങ്ങയൊക്കെ. ഇനി ഞാൻ ഇതിലോട്ട് ഒരു ഇത്തിരി കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്, ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കപ്പലണ്ടി ഇല്ലെങ്കിൽ വേറെ നട്ട്സൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ ഉണക്കമുന്തിരിയില്ലേ, അതായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു നട്ട്സും ഒന്നും ചേർത്തില്ലാലും കുഴപ്പമില്ല. തേങ്ങയും ശർക്കരയും തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഫില്ലിങ്ങിന്. ഇപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഫില്ലിങ്. വെറുതെ കഴിക്കാൻ തന്നെ, പിള്ളേരൊക്കെ അടുത്തുണ്ടെങ്കിൽ അവരിത് വെറുതെ തന്നെ കഴിക്കും. അപ്പോൾ ഈ ടൈമിൽ നമ്മളുടെ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഏത്തപ്പഴം ചൂടാറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു കറുത്ത കളറിലുള്ള ഒരു സാധനമില്ലേ, കുരുകുരു പോലത്തെ ഇതായി കാണിക്കണത്, അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കളയണം കേട്ടോ ഇതിൽ നിന്ന്. അത് വേണ്ട ഉന്നക്കായ ഉണ്ടാക്കാൻ. അപ്പോൾ അത് എല്ലാത്തിൻ്റെ അതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കുഴച്ച് ഇങ്ങനെ ഒരു ഉണ്ടാക്കാൻ പറ്റണം നമുക്കത് വെച്ചിട്ട്. ആ ഒരു രീതിക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇങ്ങനെ നമ്മുടെ പഴം എടുക്കുക, അതിങ്ങനെ ഒന്ന് പരത്തി വെക്കുക കയ്യിൽ. എന്നിട്ട് അതിലോട്ട് നമ്മുടെ ഫില്ലിങ് നടുവിലായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും പഴത്തിൻ്റെ 2 ഭാഗവും ഇങ്ങനെ കൂട്ടിയിട്ട് നമ്മൾക്ക് ഈ ഉന്നക്കായയുടെ ഷേപ്പാക്കി എടുക്കണം കേട്ടോ. ഇത് ഞാൻ കാണിക്കണ പോലെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറ്റുമോ അങ്ങനെ ചെയ്യാൻ. 2 ഭാഗം ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ തടവിയിട്ട് ഇങ്ങനെ സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കയ്യിൽ വല്ല എണ്ണ നെയ്യ എന്തെങ്കിലും പുരട്ടാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇതിന് ശേഷം ഇത് 2 ഭാഗം ഒട്ടിച്ചതിന് ശേഷം കയ്യിലിട്ടിട്ടൊന്ന് ഉരുട്ടി കൊടുക്കാം. ഞാൻ കാണിക്കണ പോലെ ഒക്കെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. അങ്ങനെ ഇതിൻ്റെ ഷേപ്പ് സെറ്റാക്കി എടുക്കുക. അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എണ്ണ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. ഉന്നക്കായ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും ഒരുപോലെ ഫ്രൈ ആയി കിട്ടണം, മൊരിഞ്ഞ് കിട്ടണം നമ്മൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മളുടെ ഉന്നക്കായകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് വറുത്തെടുക്കാം. ഓൾറെഡി വെന്തിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം നമ്മളുടെ മുകളിലുള്ള ഈ കളറൊന്ന് മാറി കിട്ടിയാൽ മതി. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളുടെ യെല്ലോ കളർ മാറിയിട്ട് ബ്രൗൺ കളറാവും, പെട്ടെന്ന് തന്നെ അതാവും. എല്ലാ ഭാഗവും ഒരുപോലെ ബ്രൗൺ കളറാക്കി എടുക്കുക ഫ്രൈ ചെയ്തിട്ട്. അപ്പം നമ്മളുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്ര ഉള്ളൂ ഉന്നക്കായ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു.